അപ്പോൾ ഇതൊക്കെ നമ്മുടെ പൂർവികർ നിശ്ചയിച്ചിട്ടുള്ളത് ഒരിക്കലും ഇവരുടെ ഈ ദോഷത്തിൻ്റെ പേരിൽ കല്യാണം മുടങ്ങരുത് എന്ന് കരുതിയിട്ടല്ല, ഉത്തമ വിവാഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോകുന്നതായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശ്നത്തിന് വന്ന ഒരാൾ, അവർക്ക് വിവാഹം 32 വയസ്സായി. ഏകദേശം ഇപ്പോഴത്തെ കാലത്ത് 30 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാതക പൊരുത്തങ്ങളൊക്കെ മാറ്റി വെച്ചുകൊള്ളുക. നല്ല ബന്ധം വന്നാൽ കല്യാണം നടത്തിക്കൊള്ളണം. കാരണം 30 വയസ്സായ ഒരു പുരുഷന് 26-27 വയസ്സിന് താഴത്തേക്കുള്ള പെൺകുട്ടിയെ കിട്ടാൻ വളരെ പാടാണ്. ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോ, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു പെൺകുട്ടിയാണെങ്കിൽ മോളിൽ 5 വയസ്സിന് മൂത്ത ഒരു ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കാൻ നമുക്കൊരു അനിഷ്ടം ഉണ്ടാവും. അപ്പം 25 വയസ്സുള്ള പെൺകുട്ടിയെ സംബന്ധിച്ച് 20ാമത്തെ വയസ്സിൽ തന്നെ പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് വധുവരന്മാരെ അവർ തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പെൺകുട്ടികൾ അവരുടെ വരനെ അവർ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൊരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ വിവാഹ പൊരുത്തത്തിൻ്റെ പേരിൽ പുരുഷന്മാരുടെ കല്യാണം മുടങ്ങിപ്പോവുകയും നിരവധി പുരുഷന്മാരാണ് 30 വയസ്സ് കഴിഞ്ഞു, അവരുടെ ജാതകത്തിൽ ഉത്തമമായ യോഗങ്ങളുണ്ട്, വിവാഹത്തിനുള്ള ഉത്തമമായ സമയമാണ്. പക്ഷെ പ്രായം കാരണം വധു ഇല്ലാത്ത പെണ്ണില്ലാത്തൊരവസ്ഥയുണ്ട്.